ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. 30,000 രൂപയ്ക്ക് താഴെ വരുന്ന ബെസ്റ്റായിട്ടുള്ള 4 ഫോൺസ് ഞാനിന്ന് പറഞ്ഞുതരാം കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളൊരു 11K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത്ര ചെറിയൊരു കൗണ്ട് മാത്രമേ വേണ്ടൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ലിസ്റ്റിൽ വരുന്ന ഫസ്റ്റത്തെ ഒരു ഫോൺ എന്ന് പറയുന്നത് മോട്ടറോള എഡ്ജ് 60 പ്രോ എന്ന മോഡലാണ്. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ മോഡലാണ്. ഇതിൻ്റെ ഡിസൈൻ വീഗൽ ലെതറായിട്ടാണ് വരുന്നത്. അവരെപ്പോഴത്തും പോലെ ആ ഒരു എക്സാക്റ്റ് ക്യാമറ മൊഡ്യൂളും ഡിസൈനൊക്കെയാണ് വരുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. IP69 റേറ്റിംഗ് അടക്കം ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുമുണ്ട്. ഇനി ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ 0.7 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷൻ ഉള്ള ഒരു അമോൾഡ് ആയിട്ടുള്ള 120 ഹെർട്സിൻ്റെ ഒരു കോഡ് കവേർഡ് ആയ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. ഈ ഒരു റേഞ്ചിൽ ആയിട്ടുള്ള ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറ ആണെങ്കിൽ 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 50 MB ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്, 10 MB 3x ഒരു ടെലിഫോട്ടോ ലെൻസ് അടക്കം റിയർ ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ 50 MB സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലെ ബെസ്റ്റ് സ്പെക്ക് തന്നെ ക്യാമറ വൈസും കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഫോട്ടോ സാമ്പിൾസ് ആണെങ്കിലും ഗംഭീരാട്ടോ, നല്ല ബെസ്റ്റ് ഫോട്ടോസ് ആണ് ഇതിൽ കിട്ടുന്നത്. ഇനി വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ ഫ്രണ്ട് ആൻഡ് റിയർ ക്യാമറയിൽ 4K 13 FPS വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഒരു ഫുൾ സെറ്റപ്പിലാണ് ക്യാമറ വരുന്നത്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ എപ്പോഴും മോട്ടോറോള ഫോൺസിൻ്റെ ഒരു കുഴപ്പമാണ്, പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടൊരു ഫോൺ ഇറക്കാറില്ല. പക്ഷേ ഇതിൽ വരുന്ന ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ മിഡടെക്കിൻ്റെ ഡിമെൻസിറ്റി 8350 എക്സ്ട്രീം എന്ന പ്രോസറാണ് വരുന്നത്. അറൗണ്ട് ഒരു 1.5 മില്യൺ ആ റേഞ്ച് ആൻഡ് സ്കോറൊക്കെ വരുന്നുണ്ട്. സോ പെർഫോമൻസ് ആണെങ്കിൽ ഈ ഒരു ഫോണിൽ ബെസ്റ്റ് പെർഫോമൻസും കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസിനടുത്ത് ഒരു രക്ഷയില്ല. LPDDR5X റാം ടൈപ്പും വരുന്നുണ്ട്. UFS 4.0 ആണ് സ്റ്റോറേജ് ആയിട്ട് വരുന്നത്. അതും ബെസ്റ്റ് ലെവലെല്ലാം കൊടുത്തിട്ടുമുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 15 ആയിട്ടാണ് വരുന്നത്. 3+4 years ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി ബാറ്ററി ആണെങ്കിൽ 6000 mAh ബാറ്ററിയും വരുന്നുണ്ട്. 90 വാട്ടിൻ്റെ വയർഡ് ചാർജിങ്ങും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രൈസ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 8GB 256GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 29,999 ആയിട്ടാണ് വരുന്നത്. ഒരു 30,000 രൂപയ്ക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓൾറൗണ്ട് ആയിട്ടുള്ള ഫോണാണ് എഡ്ജ് 60 പ്രോ എന്ന മോഡൽ. അതിന് ഒരു ഡൗട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. വയർലെസ് ചാർജിങ്ങും IP69 റേറ്റിങ്ങും ടെലിഫോട്ടോ ലെൻസും അങ്ങനെ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് അടക്കം ബെസ്റ്റ് ലെവൽ തന്നെ ഇപ്രാവശ്യം മോട്ടോറോള കൊടുത്തിട്ടുണ്ട്. ഇനി ലിസ്റ്റിലെ അടുത്ത സെക്കൻഡ് ഫോൺ എന്ന് പറഞ്ഞാൽ IQയുടെ Neo 10R എന്ന മോഡലാണ്. ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണാണ് കേട്ടോ. ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്, കാണാനൊക്കെ നല്ല രസമുണ്ട്. അവരുടെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുള്ള ആ ഒരു എക്സാക്റ്റ് ക്യാമറ മൊഡ്യൂളൊക്കെ തന്നെയാണ് ഇതിൻ്റെ വരുന്നത്. ഒരു ഡുവൽ ടോൺ ആയിട്ടുള്ള കളറായിട്ടാണ് വരുന്നത്. കാണാനൊക്കെ നല്ല രസമുണ്ട്. ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ 6.78 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷൻ ഉള്ളൊരു അമോൾഡ് ആയിട്ടുള്ള 144 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. സോ നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് വരുന്നുണ്ട്. ഇനി ക്യാമറ ആണെങ്കിൽ 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 8 MB ആണ് അൾട്രാ വൈഡ് ക്യാമറ, 32 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ റിയർ ക്യാമറയിൽ 4K 16 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയിലാണെങ്കിൽ 4K 13 FPS സെൽഫി ക്യാമറയിലും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ റിയർ ക്യാമറ നിങ്ങൾക്ക് 16 FPS തന്നെ വീഡിയോ എടുക്കാം കേട്ടോ, 4K തന്നെ. അപ്പോൾ നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറയാണ്. ബെസ്റ്റ് ലെവലൊന്നുമല്ല, ഒരു ഡീസൻറ്റ് ക്യാമറ സെറ്റപ്പ് തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇനി പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത്. ഇതിൽ വരുന്നത് Qualcomm Snapdragon 8s Gen 3 എന്ന ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അറൗണ്ട് ഒരു 1.7 മില്യൺ ആൻഡ് സ്കോറൊക്കെ അടക്കം വരുന്നുണ്ട്. നല്ലൊരു പെർഫോമൻസ് ആട്ടോ ഈ ഒരു ഫോണിൽ വരുന്നത്. ഇനി റാം ടൈപ്പ് ആണെങ്കിൽ LPDDR5X റാം ടൈപ്പും വരുന്നുണ്ട്. സ്റ്റോറേജ് 2 തരത്തിൽ വരുന്നുണ്ട്. ബേസ് മോഡൽ 128GB എടുക്കുകയാണെങ്കിൽ 3.1 ബാക്കിയുള്ള 256GB ഒക്കെ എടുക്കുകയാണെങ്കിൽ 4.1 ആയിട്ടാണ് വരുന്നത്. സോ ബേസ് മോഡൽ എടുക്കാതിരിക്കുക, 128GB എടുത്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പം നല്ലൊരു പെർഫോമൻസും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 15 ആയിട്ടാണ് വരുന്നത്. 3+4 years ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഇവിടെ IQ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ബാറ്ററി ആണെങ്കിൽ 6400 mAh ബാറ്ററിയും വരുന്നുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിൽ ബേസ് മോഡൽ വന്നിട്ട് 8GB 128GB ആണ്. അതിന് ഇപ്പോഴത്തെ പ്രൈസ് 26,999 ആയിട്ടാണ് വരുന്നത്. 27,000 രൂപയ്ക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോണാണ് IQയുടെ Neo 10R എന്നുള്ളത്. സോ ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ IQ Neo 10R ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത് കൂടാതെ തന്നെ ഇതേ റേഞ്ചിൽ തന്നെ പോക്കോയുടെ X7 Pro കൂടെ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് നോക്കുമ്പോൾ 24,000 രൂപക്കാണ് ഇപ്പോൾ അത് സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാത്തത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു 30K റേഞ്ചിൽ ആ ഒരു ഫോൺ കൂടെ ആഡ് ആവുന്നതായിരിക്കും. ഇനി ഈ ലിസ്റ്റിലെ അടുത്ത മൂന്നാമത്തെ ഒരു ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെ 14 Pro Plus 5G എന്ന മോഡലാണ്.
ഇതൊരു ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണാണ്. ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കി ഒരു കാര്യം, അതായത് പെർഫോമൻസ് ഈ ഒരു ഫോൺ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിൽ ഒരു സർക്കിൾ ക്യാമറ മൊഡ്യൂളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഗ്ലാസ് ബാക്കാണ്, കാണാനൊക്കെ ഒരു ഗംഭീര ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇനി ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ 6.83 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷനുള്ള ഒരു അമോലഡ് ആയിട്ടുള്ള 120 ഹെർട്സിൻ്റെ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. സോ ഒരു ബെസ്റ്റ് ആയിട്ട് ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെ റിയൽമി ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 50 MB 3x പെരിസ്കോപ്പിക് ലെൻസ് വരുന്നുണ്ട്, 8 MB അൾട്രാ വൈഡ് ക്യാമറയാണ് റിയറിൽ വരുന്നത്, 32 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ടിലാണെങ്കിലും റിയറിലാണെങ്കിലും 4K 13 എപ്പിസോഡുള്ള വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിലെടുക്കുന്ന ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും എല്ലാം ഗംഭീരമാട്ടോ, ബെസ്റ്റ് ലെവലാണ്. പക്ഷെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കാം കേട്ടോ പോയിട്ട്. അല്ലാത്ത രീതിയിൽ ഇതൊരു ബെസ്റ്റ് ഗെയിമിംഗ് അല്ല, ബെസ്റ്റ് ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണാണ്. ഇനി പെർഫോമൻസ് ഒന്നും പറയാനില്ല കേട്ടോ. ഇതിൽ വരുന്നത് കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 3 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. അറൗണ്ട് ഒരു 8,20,000 ആ റേഞ്ച് മാത്രമേ ആൻറ്റി സ്കോറൊക്കെ വരുന്നുള്ളൂ. പെർഫോമൻസ് നോക്കിയേ വേണ്ട, ഒന്നുമില്ല. പിന്നീട് LPDDR4X റാം ടൈപ്പും വരുന്നുണ്ട്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പായിട്ടാണ് വരുന്നത്. അതും എല്ലാം കുറവാണ്. ഈ 30K റേഞ്ചിൽ ബാക്കിയുള്ള ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലൊന്നുമില്ല. അങ്ങനെ പെർഫോമൻസ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 15 ആയിട്ടാണ് വരുന്നത്. 2+4 ഇയേഴ്സ് വരെയുള്ള Android അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി ബാറ്ററി ആണെങ്കിൽ 6000 mAh ബാറ്ററിയും വരുന്നുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുമുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 8GB 128GB ആണ് ബേസ് മോഡൽ. അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസാണ് 29,999 ആയിട്ടാണ് വരുന്നത്. 30,000 രൂപ റേഞ്ചിൽ നിങ്ങളൊരു ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് ഫോൺ വാങ്ങിച്ച് ഒരുപാട് ഫോട്ടോസൊക്കെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എടുത്തോട്ടോ. ക്യാമറ റേഞ്ചിൽ ബെസ്റ്റാണ്. ഇനി ഈ ലിസ്റ്റിലെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ അതും റിയൽമിയുടെ ഫോൺ തന്നെയാണ്. റിയൽമിയുടെ GT6 എന്ന മോഡലാണ്. ഇത് 30,000 രൂപയ്ക്ക് മുകളിലായിരുന്നുണ്ടായത്. ഇപ്പോഴാണ് ഇതിൻ്റെ പ്രൈസ് ഒന്ന് കുറഞ്ഞത്. ഇതിൻ്റെ ഡിസൈനും കാണാനൊക്കെ നല്ല രസമുണ്ട്. ഗ്ലാസ് ബാക്കൊക്കെ ആയിട്ടാണ് വരുന്നത്. ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ 6.78 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷൻ ഉള്ള ഒരു അമോലഡ് ആയിട്ടുള്ള 120 ഹെർട്സ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. കർവ്ഡ് ആയ ഡിസ്പ്ലേ ആണ്, നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് ആട്ടോ. അങ്ങനെ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. ഈ റേഞ്ചിലെ എല്ലാ ഫോണിനും വരുന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇതിനും വരുന്നത്. ഇനി ക്യാമറ ആണെങ്കിൽ 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 50 MB 2x ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്, 8 MB ആണ് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ആയിട്ട് വരുന്നത്, 32 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്, 4K 13 എപ്പിസോഡുള്ള വീഡിയോസും സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. സോ നല്ലൊരു ക്യാമറ സെറ്റപ്പും ഇതിന് വരുന്നുണ്ട്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ തന്നെ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 എന്ന ചിപ്സെറ്റ് വരുന്നുണ്ട്. അറൗണ്ട് ഒരു 1.6 മില്യൺ ആ റേഞ്ച് ആൻഡ് സ്കോറും കൊടുത്തിട്ടുണ്ട്. സോ ഒരു ബെസ്റ്റ് ലെവൽ പെർഫോമൻസും ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. LPDDR5X റാം ടൈപ്പും വരുന്നുണ്ട്. UFS 4.0 സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. 3+4 ഇയേഴ്സ് വരെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി ബാറ്ററി ആണെങ്കിൽ 5500 mAh ബാറ്ററിയും വരുന്നുണ്ട്. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുമുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 12GB 256GB വേരിയൻ്റെ പ്രൈസ് 13,999 ആയിട്ടാണ് വരുന്നത്. ഒരു 30,000 രൂപയ്ക്ക് 1000 രൂപ കൂടുതലാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ 12GB എന്നൊരു റാം വേരിയൻ്റ് കിട്ടുന്നുമുണ്ട്. ഒരു ബെസ്റ്റ് ലെവൽ പെർഫോമൻസും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പാക്കേജാണ് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. 30,000 രൂപയ്ക്ക് മുകളിലായിരുന്നു ഉണ്ടായത്. ഇപ്പോഴാണ് ഈ ഒരു 30,000 രൂപ റേഞ്ചിൽ ഈ ഒരു ഫോൺ കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് ലെവൽ എല്ലാം ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന 4 ഫോൺസ് ആട്ടോ ഈ റേഞ്ചിൽ വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ വേറെ ഒരുപാട് ബ്രാൻഡ് ഒരുപാട് ഫോൺസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ സാംസങ് ആണെങ്കിൽ S23 FE ഉണ്ട്, നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. പിന്നെ നത്തിങ് ഫോൺ 3A Pro എന്ന മോഡൽ വരുന്നുണ്ട്. പ്രോ ആണോ അൾട്ര ആണോ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു മോഡൽ കൂടെ ആ റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേറെ ഒരുപാട് ഫോൺസ് ഉണ്ട്. ഈ പറയുന്ന 4 ഫോൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 4 ഫോൺസ് ആട്ടോ. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് തോന്നുന്നത് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫൺ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.